മൂവാറ്റുപുഴ നഗരത്തിലെ മണ്ണാങ്കടവ് തോട്ടിലെ അനധികൃത കയ്യേറ്റവും അശാസ്ത്രീയമായ നിർമ്മാണവും മൂലം പേട്ട നിവാസികൾ ദുരിതത്തിലെന്ന് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ഓട നിറഞ്ഞ മലിനജലം വീട്ടിലേക്ക് ഒഴുകിയ ബാപ്പുജി റോഡിലെ വീട്ടമ്മയുടെ വീട് LDF കൗൺസിലർമാർ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയിൽ ഓട നിറഞ്ഞ മലിനജലം വീട്ടിലേക്കൊഴുകിയ ബാപ്പുജി റോഡിലെ അമ്മിണിയുടെ വീട് LDF കൗൺസിലർമാർ സന്ദർശിച്ചു. ഓട പൊളിച്ചു നീക്കി നീരൊഴുക്ക് സുഗമമാക്കണമെന്ന് LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഓടകളുടെ അനധികൃത നിർമ്മാണവും കയ്യേറ്റവുമാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നും പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ പറഞ്ഞു. ഈ പ്രദേശത്തെ ആളുകളുടെ വിഷയങ്ങൾ, ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു പരിഹാരം കാണുന്നത് എന്നാണ്, അത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ച് ഇന്ന് ഈ പ്രദേശത്തെ താമസക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ആലോചിച്ചപ്പോൾ ഇവർ പറയുന്നത് ഇവർ എന്തിനും തയ്യാറാണ്. എന്ത് നഗരസഭ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ് എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നമ്മുടെ ഭാഗത്തു നിന്ന്, നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു തീരുമാനം ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തുകയും ഈ പ്രദേശവാസികളായിട്ട് സംസാരിക്കുകയും അവരുടെ എല്ലാം ഒത്താശയോടുകൂടി ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് പൂർത്തീകരിക്കണമെന്നും ഈ തോടിൻ്റെ വീതി കൂട്ടി സുഗമമായ രീതിയിൽ വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയാൽ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മണ്ണാങ്കടവ് തോട്ടിലെ അനധികൃത കയ്യേറ്റവും അശാസ്ത്രീയമായ നിർമ്മാണവും മൂലം പേട്ട നിവാസികൾ ഏറെ ദുരിതത്തിലാണെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. മണ്ണാങ്കടവ് തോട്ടിൽ ശുചിമുറി മാലിന്യവും കോട്ടയം റോഡിൽ നിന്നും ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരങ്ങളിൽ നിന്നുമുള്ള ഹോട്ടലുകളും വീടുകളുമടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഈ തോട്ടിലേക്കാണ് മാലിന്യം ഒഴുക്കിവിടുന്നതെന്നും ഇതിന്റെ ഭാഗമായി ശക്തമായ ദുർഗന്ധമുണ്ടാകുന്നുണ്ടെന്നും ഈ മാലിന്യം മൂവാറ്റുപുഴയാറിലേക്കൊഴുകി ആ ജലമാണ് മൂവാറ്റുപുഴ നിവാസികൾ കുടിക്കുന്നതെന്നും പ്രതിപക്ഷ കൗൺസിലർ ആരോപിച്ചു. LDF കൗൺസിലർമാരായ മജീദ് മങ്ങാടൻ, കിഷോർ NM, റബിൻസ് T അലിയാർ, സജി, രജനി സജീവ്, അമ്പിളി ബിജു, ജയ സുഗു എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.